മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് കാവനൂരുള്ള റുഷിദയാണ് ഇപ്പം എൻ്റെ കൂടെയുള്ളത്. ഈ വേഷം കണ്ടാൽ തന്നെ അറിയാം, ആയോധന കലയിൽ വ്യത്യസ്ത മേഖലയിൽ നിറയെ അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള റുഷിദയാണ്. എങ്ങനെയാണ് ഫൈറ്റിംഗ് മോഡിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായത് മോക്ക്? അത് ഞാൻ ചെറുപ്പത്തിൽ ഒരു സ്റ്റാറ്റസ് കണ്ടു. അങ്ങനെ ലോക്ക്ഡൌണിന്റെ ടൈം ആയപ്പോൾ സാറിന് വിളിച്ച് എന്നിട്ട് അഡ്മിഷൻ എടുത്തു. ആര് സ്റ്റാറ്റസാണ് കണ്ടത്? അതൊരു സ്കൂളത്തെ ടീച്ചറെ മോനെ അവിടെ പഠിക്കണ്ടായിരുന്നു. അങ്ങനെ കണ്ട് സാറിന് വിളിച്ചു. പിന്നെ പ്രാക്ടീസ് തുടങ്ങി. ഇപ്പൊ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th. ചെറുപ്പകാലത്ത് ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടമായിരുന്നോ? ആരോടാണ് കൂടുതൽ ഫൈറ്റ് ചെയ്യുക? വീട്ടിലുള്ളവരോടൊക്കെ എല്ലാവരോടും ഫൈറ്റ് ചെയ്യും. ലോക്ക്ഡൌൺ ടൈമിനാണ് കരാട്ടെ പഠിക്കാൻ വേണ്ടി പോയത്. ഏത് അക്കാദമിയിലാണ് പോയത്? ചാമ്പ്യൻസ് മാർഷൽ ആർട്സ്. അപ്പൊ ഈ കാലത്തിന്റെ ഇടയ്ക്ക് എത്ര മത്സരങ്ങളിൽ പങ്കെടുത്ത്? അത് വുഷുവിലും കരാട്ടയിലായിട്ട് കുറെ മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. സ്കൂൾ ഗെയിംസ് അമേച്ചറൊക്കെ ആയിട്ട്. പഠിക്കാൻ പോയ ആ ഒരു വർഷം കൊണ്ട് തന്നെ തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുക്കല്. ഇപ്പൊ ഏത് ബെൽറ്റിലാണ് ഉള്ളത്? ബ്ലാക്ക് ഫസ്റ്റ് ആണ്. കരാട്ടെ മത്സരത്തിന് പോകുന്ന സമയത്ത് വീട്ടുകാരെന്താ പറഞ്ഞത്? അതിൽ പോയിക്കോന്ന് പറഞ്ഞോ? വീട്ടുകാർ ഭയങ്കര സപ്പോർട്ട്. അമ്മ കൂടെ ഇതുവരെയുള്ള എല്ലാ മത്സരത്തിനും വന്നു. വീട്ടിലെ ഉമ്മയും ഉപ്പയും ഒക്കെ എങ്ങനെയാണ്? ഈ ഒരു മാർഷൽ ആർട്സിൽ എന്തെങ്കിലും കഴിവുള്ള ആളുകളാണോ? ഇല്ല, ഇത് മോൾക്ക് തന്നെ അങ്ങ് തോന്നിയതാ ഇങ്ങനെ ഒരു സംഗതിക്ക് പോകണം എന്നുള്ളത്? ലോക്ക്ഡൌൺ അല്ലേ, വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാണല്ലോ, അങ്ങനെ പോയിക്കോന്ന് പറഞ്ഞു. പിന്നെ പോയി. ഇപ്പൊ നിനക്ക് പഠനമാണോ പ്രധാനം, അല്ലെങ്കിൽ ഈ മാർഷൽ ആർട്സ് ആണോ? പഠിക്കാൻ ഇഷ്ടം ഇതാണ്. പഠനം വലിയ താല്പര്യമൊന്നുമില്ല. വീട്ടിൽ നിന്ന് നല്ല ഫോഴ്സ് ചെയ്യും പഠിക്കാൻ. വീട്ടിൽ നിന്ന് നന്നായി പഠിക്കാൻ ഫോഴ്സ് ചെയ്യുമ്പോൾ ഈ എൻ്റെ മാർഷൽ ആർട്സ് ഉപയോഗിച്ചിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യോ? അതല്ല, സൗത്ത് സോണിൽ നടന്ന വുഷു ചാമ്പ്യൻഷിപ്പിൽ മോൾക്ക് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. കരാട്ടയും വുഷുവും ഒന്നിച്ചാണ് കൊണ്ടുപോകുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കരാട്ടെ എന്ന് പറഞ്ഞാൽ സെമി കോണ്ടാക്ട് ആണ്, ഫുൾ കോണ്ടാക്ട് അല്ല. വുഷു ഡയറക്റ്റ് ഫൈറ്റ് ആണ്, ഫുൾ കോണ്ടാക്ട് ഫൈറ്റ്. അത് മാത്രമാണ് വ്യത്യാസം ഉള്ളത്. സ്കോറിംഗിൽ വ്യത്യാസമുണ്ട്. മത്സരം നടക്കുന്ന പ്ലാറ്റ്ഫോം ഉണ്ടാവും, അതിൽ വ്യത്യാസം ഉണ്ടോ? വുഷുവിന് റിങ് ആയിരിക്കും, പക്ഷെ കരാട്ടക്ക് മാറ്റാണ്. എനിക്ക് വീണ്ടും താല്പര്യം വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോളുടെ ഈ വേഷമാണ് മുഖമക്കനൊക്കെ ഇട്ടിട്ട് മുസ്ലിം വസ്ത്രധാരണൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത്. ഒരു മത്സരത്തിന് പോകുന്ന സമയത്ത് നിങ്ങളെ നാട്ടിൽ നിന്ന് എതിർപ്പുണ്ടാവാറുണ്ടോ? ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞതൊന്നുമില്ല. പറഞ്ഞിട്ടില്ല. കുടുംബത്തിലുള്ള പ്രായം ചെന്ന ആളുകൾ അവരെന്തെങ്കിലും പറഞ്ഞോ? ഷോൾ ഇട്ടിട്ട് പോകണം പഠിക്കുമ്പോ, അല്ലാതെ പോണ്ട അങ്ങനെയൊക്കെ പറയും. ഷാൾ ഇട്ടാൽ മതി, കരാട്ടെ കളിക്കുന്നതിനും ഒന്നും പ്രശ്നമൊന്നുമില്ല. വലിയ കുട്ടിയായി ആൾക്കാരൊക്കെ എന്താ പറയാ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ എന്ത് പറഞ്ഞ? ഞാൻ പറഞ്ഞ് ആൾക്കാരെന്തേലൊക്കെ പറഞ്ഞോട്ടെ, ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ്. ഈ മേഖലയിൽ എത്രത്തോളം വരാൻ പറ്റും അത്രയും പോകണം തന്നെയാണ് ഇപ്പോഴും താല്പര്യമുള്ളത്. റുഷിദയുടെ ട്രെയിനറാണ്. കാവനൂര് ചാമ്പ്യൻസ് മാർഷൽ ആർട്സിലെ പരിശീലകനാണ്. വുഷു അതേപോലെ കരാട്ട, ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസവും ഇതിന്റെ ഒരു മത്സരത്തിലേക്കുള്ള കുട്ടികളുടെ സാധ്യതകളെ കുറിച്ചൊക്കെയാണ് അറിയേണ്ടത്. കരാട്ടെ എന്ന് പറയുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ആളുകളും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആയോധന കലയാണ് കരാട്ടെ. എന്നാൽ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടുള്ളൂ ഇവൻ മലപ്പുറം ജില്ലയിലൊക്കെ വുഷു എന്ന ആയോധന കല ഒന്ന് ബിൽഡായി വരുന്നത്. കുട്ടികളൊക്കെ കൂടുതൽ മത്സരങ്ങളിലൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് അതിന് വുഷു എന്ന ആയോധന കലയ്ക്ക് കുറച്ചൊരു പബ്ലിസിറ്റി ഒക്കെ കിട്ടി. കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക്, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലെ അവസരങ്ങൾ എല്ലാം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കിട്ടുന്നുണ്ട്, പഠിക്കാൻ പോകാനാണെങ്കിലും അല്ലെങ്കിൽ റിസൾട്ട് ആണെങ്കിലും ഒക്കെ. വുഷു കുറച്ച് ഇഞ്ചുറി വരുന്നൊരു ഇവന്റ് തന്നെയാണ്. കരാട്ടയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്പോർട്സ് കരാട്ടയാണ്. നമ്മൾ ചെയ്യുന്നത് സെമി കോണ്ടാക്ട്. കരാട്ടയിൽ തന്നെ 2-3 വിഭാഗമുണ്ട്. സ്പോർട്സ് കരാട്ടെ, ട്രഡീഷണൽ കരാട്ടെ, ഫുൾ കോണ്ടാക്ട് കരാട്ടെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്പോർട്സ് കരാട്ടെ. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒളിമ്പിക്സിൽ കരാട്ടെ ഉണ്ടായിരുന്നു, ഈ വർഷം ഇല്ല, ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ അതിൽ ഇപ്രാവശ്യം കരാട്ടെ ഇല്ല, ഒളിമ്പിക്സിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്കെന്താണ്, കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം 10ഓളം കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് തന്നെ, 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 10 കുട്ടികളോളം കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടി. SSLC +1. അതേപോലെ തന്നെ 6 കുട്ടികൾക്ക് നമുക്ക് സ്പോർട്സ് കോട്ടയിൽ +1 പ്രവേശനം കിട്ടിയിട്ടുണ്ട് കരാട്ടയുടെ റിസൾട്ട് വെച്ചിട്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം 80-something മെഡലുകൾ മലപ്പുറം ജില്ലയിൽ നമ്മൾ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ 17 മെഡലുകൾ നമ്മുടെ കുട്ടികൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ വുഷു തിരഞ്ഞെടുക്കണോ അല്ലെങ്കിൽ കരാട്ടെ തിരഞ്ഞെടുക്കണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും നല്ലതാണ്. ഏത് ഇവന്റ് പഠിക്കുമ്പോഴും അത് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കാൻ തയ്യാറായാൽ മതി. കൂടുതൽ കുട്ടികളും വുഷുന്ന് ബാക്കോട്ട് വലിയുന്നത് ഇഞ്ചുറി കാരണമാണ്. കാരണം നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഏകദേശം 150-200ഓളം കുട്ടികൾ പരിശീലിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വുഷുവിൽ വെറും വിരലിലെണ്ണാവുന്ന കുട്ടികളെ മാത്രമേ മത്സരത്തിൽ ഇറക്കും. ഈ ഒരു കാരണം കൊണ്ട് അതില് ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ അവരെ ഫിസിക്കലി റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കുട്ടികൾക്ക് മാത്രമാണ് അവരെ സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ദേശീയ തലത്തിൽ 3ാം തവണയാണ് റുഷിദ മത്സരിക്കുന്നത്. 3 തവണയും സെമി ഫൈനലിന്റെ തൊട്ട് മുൻപുള്ള മത്സരം ക്വാർട്ടർ ഫൈനലിലാണ് 3 മത്സരങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടത്. ഈ കഴിഞ്ഞ മത്സരം നമുക്ക് ഇഞ്ചുറി കൊണ്ട് നഷ്ടപ്പെട്ടതാണ്. പ്രാവശ്യം നമ്മൾ സ്റ്റേറ്റിൽ മത്സരിക്കുന്നതിൻ്റെ ഒരു 1 വീക്ക് മുൻപാണ് ക്ലാസ്സിൽ പരിശീലിക്കുന്നതിൻ്റെ ഇടയിൽ ഷോൾഡർ ഇഞ്ചുറി വന്നത്. ഈ ഇഞ്ചുറി നടന്ന് 10ാമത്തെ ദിവസം നമുക്ക്
സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്. കാരണം ഓൾറെഡി ജില്ലയിൽ ഗോൾഡ് മെഡൽ നേടി സ്റ്റേറ്റിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളിൽ ഒന്നായിരുന്നു ഇത്. നമുക്ക് 7 കുട്ടികളാണ് സ്റ്റേറ്റിലേക്ക് ക്വാളിഫൈഡ്, ഗോൾഡ് മെഡലും സിൽവർ മെഡലും നേടിയിട്ട് സ്റ്റേറ്റിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുണ്ടായത്. അതിലൊരു കുട്ടിയായിരുന്നു റുഷ്ത. സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ ചെയ്താൽ തന്നെ 680 പോയിന്റ് സ്പോർട്സ് സ്കോർ ഉണ്ട് നമുക്ക് ഇപ്രാവശ്യം ഓരോ കുട്ടികൾക്കും. ജില്ലയിലെ മെഡലിന് 480ഓളം പോയിന്റ് ഉണ്ട്. സ്റ്റേറ്റിൽ മെഡൽ വന്നു കഴിഞ്ഞാൽ അത് അതിലും കൂടും, നാഷണലിൽ പങ്കെടുത്താൽ അതിലും കൂടും. അതേപോലെ തന്നെ സ്റ്റേറ്റിൽ നമുക്കൊരു ബ്രോൺസ് മെഡലാണ് വരുന്നതെങ്കിൽ 14 മാർക്ക് SSLC പരീക്ഷയ്ക്ക് കുട്ടിക്ക് അഡീഷണൽ കിട്ടും. സിൽവർ മെഡൽ ആണെങ്കിൽ അത് 17 മാർക്കാവും, ഗോൾഡ് മെഡൽ ആണെങ്കിൽ അത് 20 മാർക്കാവും. നമ്മൾ ആ ഒരു ഇഞ്ചുറി വെച്ചിട്ടാണ് ഈ കുട്ടീനെ മത്സരത്തിൽ പങ്കെടുക്കുക. അവൾ കോൺഫിഡൻ്റ് ആയി. റുഷിദയുടെ ഫാദർ റഷീദാണ് എൻ്റെ കൂടെ ഉള്ളത്. റുഷിദ ഈ ഒരു മേഖലയിലേക്ക് അവൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ്. അവരുടെ താല്പര്യം എന്താണോ അതിലേക്ക് ഞാൻ എപ്പോഴും സപ്പോർട്ടാവും. അങ്ങനെ ഒരു വൈബിളൊരു കുട്ടിയാണ്, ഓൾറെഡി എക്സ്ട്രാ ആക്ടിവിറ്റിയിലൊക്കെ താല്പര്യമുള്ളൊരു കുട്ടിയാണ്. മലപ്പുറം ജില്ലയിലെ സാധാരണ മുസ്ലിം കുടുംബം, മഹലിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന, അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ പ്രായം ചെന്ന ആളുകളുടെ നിന്നൊക്കെ കിട്ടുന്ന ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഇത് അങ്ങനെയല്ല, പിന്നെ നമ്മളൊരു റിലീജിയൻ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ ഡിസിപ്ലിൻ അത് നമ്മൾ കീപ്പ് ചെയ്യണം. ഞാൻ ആദ്യം അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിനൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും, നമ്മുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഡ്രസ് കോഡൊക്കെ കൃത്യമായിട്ട് ചെയ്ത് എന്ന രീതിയിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. റുഷിദ ഇപ്പം 10ാം ക്ലാസ്സിലെത്തി. 7ാം ക്ലാസ്സിൽ നിന്ന് ഈ ആയോധന കല പഠിച്ചു തുടങ്ങി 10ാം ക്ലാസ്സിലെത്തിയ ഒരു പെൺകുട്ടിയുടെ ബാപ്പ എന്നുള്ള നിലക്ക് പെൺകുട്ടികളുള്ള രക്ഷിതാക്കളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ അവളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇതിലേക്ക് താല്പര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ 2 കൈയും കൊടുത്ത് പൊയ്ക്കോ എന്ന രീതിയിൽ പറഞ്ഞയക്കായിരുന്നു. പക്ഷേ ഇത് പഠിച്ചതിന് ശേഷം അവളിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കര ബോൾഡാണ്. ആരോടും തുറന്ന് ഓപ്പണായിട്ട് സംസാരിച്ച് ഏത് കാര്യത്തിലും ഇനീഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബോൾഡായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ട് മാറാൻ പറ്റി. പിന്നെ ഇതിലൊക്കെ ചെറിയ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു റിസ്ക് ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ 2 കൈ നീട്ടി അങ്ങോട്ട് പറഞ്ഞയക്കായിരുന്നു. അനൂപ് സാറും ബാപ്പയൊക്കെ പറഞ്ഞപ്പോഴേ കുറച്ച് ഡേഞ്ചറാണ് ഈ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരുപാട് ഇഞ്ചുറി ഒക്കെ പറ്റിയെന്ന് പറയുന്നുണ്ട്. അതൊരു പേടിയായി തോന്നുന്നുണ്ടോ മുന്നോട്ട് പോകാൻ? ആദ്യമൊക്കെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. പിന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അപ്പൊ ഈ ഇഞ്ചുറി ഒരു പ്രശ്നമല്ല, അത് പരിക്ക് പറ്റും, പിന്നെ ഡോക്ടറെ കാണിക്കും, മാറും. അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിട്ടില്ല. ഉമ്മക്ക് പേടിക്കാൻ മാത്രമുള്ള സംഭവങ്ങളൊന്നുമില്ല. ഒരു സാധാ കാലൊക്കെ എവിടെയെങ്കിലും കല്ലിനൊക്കെ കുത്തിപ്പോകുന്ന പോലുള്ള ചെറിയൊരു സംഭവമേ ഉള്ളൂ. അങ്ങനെ ചോദിച്ചാൽ അത്ര ഈസി ആണോന്ന് ചോദിക്കുന്നത്. ഇത് കാണുന്ന പ്രേക്ഷകരിൽ ഇത് പഠിക്കണം താല്പര്യമുള്ള കുട്ടികളുണ്ടാവും. അപ്പം ഇഞ്ചുറി ഒക്കെ പറ്റുന്ന സംഗതിയാണെങ്കിൽ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ താല്പര്യം കുറയും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, വലിയൊരു പ്രശ്നമാണോ ഇഞ്ചുറി ഉണ്ടാവുക എന്നുള്ളത്? വുഷുന്ന് മാത്രമാണ് അത് ഉണ്ടാവുന്നത്? വുഷുന്ന് കരാത്തേന്നും പറ്റും. അതായത് ഓരോ സാധനങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും. വെപ്പൺസ് എന്ന് പറഞ്ഞാല് വുഷുവിൽ തന്നെ ഞങ്ങള് സാൻഷു മാത്രമാണ് ചെയ്യണത്. തവലു എന്ന് പറഞ്ഞ ഇവന്റ് ഉണ്ട്, അത് ചെയ്യണില്ല. അതിൽ മാത്രമാണ് വെപ്പൺസ് ഉള്ളത്. തവലുവിന്റെ മത്സരം ഉണ്ടാവാറില്ല? തവലുവിന് ഞങ്ങൾ ചെയ്യുന്നില്ല, സാൻഡ മാത്രമേ ചെയ്യുന്നു. കരാട്ടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എന്നുള്ള നിലക്ക് ആരെങ്കിലും 2 ആൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവിടെ നിൽക്കുക എന്നുള്ളതാണോ? അങ്ങനെ ചോദിച്ചാല് വലിയ ആൾക്കാരെന്ന് പറഞ്ഞാല് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ പ്രതിരോധിക്കാം. മൊബൈൽ അഡിക്ഷൻ ഉണ്ടോ? രാത്രി കംപ്ലീറ്റ് അധിക ദിവസവും പ്രാക്ടീസ് ഉണ്ടാവും. പിന്നെ സ്കൂള്, ട്യൂഷൻ. അപ്പൊ സ്ക്രീൻ ടൈം ഇല്ല എന്ന് തന്നെ പറയാം. ഇത് ചിലപ്പോൾ മാതാപിതാക്കൾക്ക് സൗകര്യമായിരിക്കും അല്ലേ? റുഷിദയ്ക്ക് കിട്ടിയ അംഗീകാരങ്ങൾ ഒരുപാടുണ്ട്. പ്രധാനപ്പെട്ട അംഗീകാരങ്ങൾ ഏതൊക്കെയാണ്? അത് ഞാൻ യെല്ലോ ബെൽറ്റ് എടുക്കുമ്പോൾ ഒളിമ്പിക് ഡേന്റെ ഭാഗമായിട്ട് ഒരു കായികക്ഷമത എന്ന് പറഞ്ഞിട്ടൊരു മത്സരം നടത്തി. അതിൽ 600ഓളം പേര് പങ്കെടുത്തു. അന്ന് 3ാം സ്ഥാനം കിട്ടി. സ്പോർട്സ് മിനിസ്റ്റർ അടുത്ത് നിന്ന് കളക്ടറേറ്റിൽ നിന്ന് മൊമെന്റോ ഒക്കെ തന്നു. ഉഷുവില് ഖേലോ ഇന്ത്യയിൽ ഗോൾഡ് മെഡൽ വന്നു സൗത്ത് സോണിൽ. 2021 കന്യാകുമാരി വെച്ചിട്ട് ഉഷു നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. ഖേലോ ഇന്ത്യ കാശ്മീർ വെച്ച് മത്സരിച്ചു. പിന്നെ ഇപ്പോൾ സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായിട്ട് ഉഷു നാഷണലിൽ പങ്കെടുത്തു. ഷോൾഡർ ഇഞ്ചുറി കാരണം പിന്മാറി. കരാട്ടയിൽ കിട്ടിയ അംഗീകാരങ്ങൾ എന്തൊക്കെയാണ്? കരാട്ടയിൽ സ്റ്റേറ്റിൽ 3 പ്രാവശ്യം സിൽവർ മെഡൽ അടിച്ചു. കത്തയിലും കുമ്മിത്തയിലും ആയിട്ട്. ചാമ്പ്യൻസ് മാർഷൽ ആർട്സ് പരിശീലന കേന്ദ്രത്തിൽ ഏകദേശം 100-150 കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതില് മികച്ച കുട്ടികളിലെ പ്രധാനിയാണ് റുഷിദ. റുഷിദക്ക് കിട്ടിയ അംഗീകാരങ്ങൾ? റുഷിദ നമ്മുടെ ക്ലാസ്സിൽ വന്ന് ഏകദേശം യെല്ലോ ബെൽറ്റ് സമയത്ത് തന്നെ മലപ്പുറം ഡിസ്ട്രിക്ട് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. പക്ഷെ അന്ന് സബ് ജൂനിയർ കാറ്റഗറി സ്റ്റേറ്റിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടല്ലോ. കാരണം 13 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളെ സ്റ്റേറ്റിലേക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് 2022 മലപ്പുറം ഡിസ്ട്രിക്ട് ഇൻഡിവിജ്വൽ ചാമ്പ്യനായിട്ടാണ് വന്നിട്ടുള്ളത്. 3 ഇവന്റിലും ഗോൾഡ് മെഡൽ നേടിയിട്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഇൻഡിവിജ്വൽ ചാമ്പ്യനായി സ്റ്റേറ്റിലേക്ക് ആൾ പാർട്ടിസിപ്പേഷൻ ചെയ്തു. സ്റ്റേറ്റിൽ കുമിത്തെ ഇവന്റിൽ സിൽവർ മെഡലും ടീം കത്ത ഇവന്റിൽ ബ്രോൺസ് മെഡലും 2 മെഡൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആൾ നേടിയിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ നിന്ന് 3 മെഡലുകളാണ് കത്ത ഇവന്റിൽ വന്നത്. അതിൽ സിൽവർ മെഡൽ നേടിയ കുട്ടിയാണ് റുഷിദ. കഴിഞ്ഞ വർഷം സ്കൂൾ ഗെയിംസിൽ സ്റ്റേറ്റ് ലെവലിൽ സിൽവർ മെഡൽ നിന്നു. ഫൈനലിലാണ് ചെറിയൊരു പോയിന്റിന് മെഡൽ നഷ്ടപ്പെടുകയുണ്ടായി. മലപ്പുറം ജില്ലയിൽ 2 ഗോൾഡ് മെഡൽ കഴിഞ്ഞ വർഷം. അമേരിച്ച
മേജർ ചാമ്പ്യൻഷിപ്പിൽ. ഇഞ്ചുറിയുടെ കാര്യം പറയുന്ന സമയത്ത് എന്തൊക്കെ രീതിയിലുള്ള പ്രിക്കോഷനാണ് ഇപ്പോൾ അതിന് വേണ്ടി എടുക്കുക, അതേപോലെ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി എങ്ങനെയാണ്? നമ്മൾ കൂടുതലും കുട്ടികളെ മാക്സിമം ഇഞ്ചുറി വരുന്ന ജോയിൻസുകൾ കാര്യങ്ങൾ വാമപ്പ് കാര്യങ്ങൾ നമ്മൾ ആദ്യം ബേസിക്കലി അവരെ ട്രെയിനിങ് ചെയ്യിക്കും. അതിനുശേഷമാണ് നമ്മളൊരു പ്രോപ്പർ ട്രെയിനിങ് സെഷനിലേക്ക് തന്നെ പോകുന്നത്. ഇനി ട്രെയിനിങ് സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മളെന്താണ് ഈ ജോയിൻസ് എല്ലാം വാം ഡൗൺ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് കുട്ടികളെ ഇഞ്ചുറി ഇല്ലാത്ത രീതി, അത് വുഷുവിലാണെങ്കിലും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ കോണ്ടാക്റ്റ് കൂടുതലുള്ള ഒരു ഇവൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇഞ്ചുറി വന്നു പോകുന്നതാണ്. ഇത് പഠിച്ചത് കൊണ്ട് മോൾക്കുണ്ടായ ഗുണങ്ങൾ കാണുന്ന പെൺകുട്ടികൾ പ്രത്യേകിച്ചും അവരോട് എന്താ പറയാനുള്ളത്? എല്ലാ പെൺകുട്ടികളും കാര്യമായിട്ട് ഇത് പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഗ്രേസ് മാർക്ക്, അതായത് 10th അഡ്മിഷൻ കിട്ടാനൊക്കെ സ്പോർട്സ് കോട്ടയിലൊക്കെ ഗ്രേസ് മാർക്ക് കിട്ടും. മെഡലിനനുസരിച്ച് ഓരോ സ്കോർ കയറും. ഇപ്പോൾ റുഷ്ദക്ക് എത്ര ഗ്രേസ് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പം നിലവിലുള്ള അവസ്ഥയിൽ? ഞാനിപ്പോൾ ഈ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തതിന് തന്നെ എനിക്ക് 25 മാർക്ക് ഇപ്പോൾ 10th ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിലും 6 പേർക്ക് സ്പോർട്സ് കോട്ടയിൽ +1 അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. റുഷ്ദൻ്റെ ഉമ്മ ജിൻസിയാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. മോളുടെ ഈ ഒരു പ്രകടനം, അതേപോലെ തന്നെ ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ ആയോധന കല പഠിക്കാൻ പോയി, അതിന് ശേഷം അയാളുടെ എക്സ്പീരിയൻസ്, ഇതിനെക്കുറിച്ച് ഒരു ഉമ്മ എന്നുള്ള നിലക്ക് എന്താ പറയാനുള്ളത്? 6ാം ക്ലാസ് കൊറോണ ടൈമിലാണ് ഓൾ ഇതിന് പോവാൻ താല്പര്യം പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഓളെ വിട്ടു. ഓളെ ആ ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഓളെ ആ ഒരു വേഷത്തിൽ കാണുമ്പോൾ. ഞാൻ ഓളെ എന്ത് മത്സരത്തിന് പോവുകയാണെങ്കിൽ ഓളെ കൂടെ പോവാറുണ്ട്. ഇപ്പോഴുള്ള മാതാപിതാക്കളുടെ ഒരു പ്രധാന പരാതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം മൊബൈലിലാണ് ഉണ്ടാവുക. റുഷ്ദിനെ സംബന്ധിച്ച് ആ കാര്യത്തിൽ എന്താ പറയാനുള്ളത്? ഫോൺ കാണാന്ന് വെച്ചാൽ ഒഴിവുള്ള സമയത്ത് മാത്രം. പിന്നെ ഈ കരാട്ടെ ഓൾക്ക് ഏത് സമയത്താണ് ഉള്ളത് വെച്ചെങ്കിൽ ആ ഒരു സമയം ഓള് ഫോണൊന്നും പിന്നെ നോക്കൂല, ഒന്നും നോക്കൂല. പുസ്തകം വേണ്ട, ഫോണും വേണ്ട, ഒന്നും വേണ്ട. അത് രാത്രി നട്ടപ്പാതിരക്ക് 2 മണിക്കാരും 1 മണിക്കാരും ക്ലാസ് ഉണ്ടെന്ന് സാറ് പറഞ്ഞാൽ അപ്പോൾ അവിടെ എത്തും. ആയോധന കല പഠിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ ഉമ്മ എന്നുള്ള നിലയ്ക്ക് ഇത് കാണുന്ന പെൺകുട്ടികളുടെ ഉമ്മമാരോട് എന്താ പറയാനുള്ളത്? എല്ലാ രക്ഷിതാക്കളോടും പറയാനുള്ളത് ഇങ്ങനെയുള്ള ആയോധന കലകൾ കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ്. ഇഞ്ചുറി ഒരുപാട് പറ്റിയെന്ന് പറഞ്ഞല്ലോ മോൾക്ക്, ആ സമയത്ത് നിർത്തിയാലോ തോന്നിയോ? ഇല്ല, നിർത്തിയാലോന്ന് തോന്നിയിട്ടില്ല. ഓള് മത്സരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നുണ്ടല്ലോ പരിക്കുകൾ പറ്റുമ്പോൾ എനിക്ക് എന്തായാലും വിഷമമുണ്ടാവും. ഉമ്മയാകുമ്പോൾ ഞാൻ കണ്ടു നിൽക്കുമ്പോൾ ആരും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് ഓളോട് സാറ് ക്ലാസ്സിൽ തന്നെ പറ്റിയെന്ന് വിളിക്കുന്ന സമയത്ത് തന്നെ പേടിയായിട്ടാണ് നിൽക്കല്. കാരണം എന്താ പറ്റിയെന്നുള്ളത്. അപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് കാണിക്കുമ്പോൾ ചിലപ്പോൾ പറയും നീ കളിക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കാര്യമാക്കാതെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറ്റിയിട്ട് കളിക്കണം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നിൽക്കല്. ഒരുപാട് പുരസ്കാരങ്ങൾ നേടി എന്നതിനേക്കാൾ അപ്പുറം റുഷ്ദക്ക് അവരുടെ മാതാപിതാക്കൾ നൽകുന്ന ഒരു വലിയ സപ്പോർട്ടുണ്ട്. മാത്രമല്ല റുഷ്ദ നേടിയെടുക്കുന്ന മെൻ്റലി പവറും അതേപോലെ തന്നെയുള്ള ധൈര്യവും ഇതൊക്കെ തന്നെയാണ് റുഷ്ദയെ സംബന്ധിച്ചും റുഷ്ദയുടെ ഫാമിലിയെ സംബന്ധിച്ചും ഈ ഒരു ആയോധന കല പഠിക്കുന്നതിൽ കിട്ടിയിരിക്കുന്നത്. റുഷ്ദക്ക് പുരസ്കാരങ്ങൾ കിട്ടുന്നതോടൊപ്പം തന്നെ ഈ രീതിയിൽ എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.